നമസ്കാരം. മലേഷ്യ കാണാൻ വരുന്ന ആൾക്കാർ മിസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ഗെൻറ്റിങ് ഹൈലാൻഡ് എന്ന് പറയും. അതായത് നമ്മുടെ മൂന്നാർ പോലെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഇതേ പേരുണ്ട്, പിന്നെ ഞങ്ങളുടെ മുന്നിൽ ബാഗും ഉണ്ട്. അപ്പോൾ ഈ പോകാനുള്ള ചിലവ് എക്സ്പെൻസൊക്കെ ഞാനിതിൽ കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങിയിരിക്കുന്ന സമയം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സമയം ഒരു 5:45-6 മണി. ഞങ്ങൾ കൊലാലംപൂർ ടൗൺ, ഇത് കൊലാലംപൂർ സിറ്റിയാണ്, ഇവിടുന്നാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൊലാലംപൂരിൽ നിന്ന് നമ്മൾ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മെട്രോ റെയിലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ KL സെൻട്രിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള കാരണം എനിക്ക് അടുത്തായതുകൊണ്ടാണ്. ഇതിന് ചുറ്റുവട്ടത്ത് 3-4 മെട്രോ ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. കിൽമാളിൻ്റെ അടുത്തുണ്ട്, പിന്നെ അതുപോലെ സോഗോമാളിൻ്റെ ഉണ്ട്. അപ്പോൾ ഏതാണ് കംഫേർട്ട് വെച്ചാൽ നമുക്ക് എടുക്കാം. ഞങ്ങൾക്ക് കംഫേർട്ട് ആയത് അവിടുന്ന് ആയതുകൊണ്ടാണ് ഞങ്ങളതെടുത്തത്. ഈ കാണുന്നത് നമ്മുടെ കൊലാലംപൂരിലെ ഒരു ഫേമസ്, ഇരുട്ടായതുകൊണ്ട് വല്ലാണ്ട് കാണില്ല, ഫേമസ് ആയിട്ടുള്ള മസ്ജിദ് ഇന്ത്യ പള്ളിയാണേ. അപ്പോൾ നോമ്പും കാര്യമൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ വന്നാൽ നമുക്ക് KL സെൻട്രയ്ക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഈ വെൻഡിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഇത് കാർഡ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആസ് യൂഷ്വൽ സെയിം നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് മെട്രോൻ്റെ സിസ്റ്റം ഒക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ KL സെൻട്രൽ മെട്രോ എത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ ബസ് റെഡ് ബസ്സാണ്, നമ്മുടെ നാട്ടിലത്തെ സെയിം ആപ്പാണ്, കൺട്രി മാറ്റിയാൽ മതി. അതുപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ കാർഡ് നമുക്ക് ഇൻ്റർനാഷണൽ ഇനേബിൾ ചെയ്യാം. നിങ്ങളുടെ കാർഡ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ വിസ കാർഡും മാസ്റ്റർ കാർഡും കൂടെ ഉപയോഗിക്കാം. അത് ഇനേബിൾ ചെയ്യും. ഇൻ്റർനാഷണൽ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് വെച്ചിട്ടാണ് മെയിനായിട്ട്. ക്യാഷിൻ്റെ പരിപാടി ഇവിടെ ഒന്നുമില്ല, മാക്സിമം കാർഡ്. പിന്നെ ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞ ആപ്പ് ഒരുവിധ ആൾക്കാർക്ക്, ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതാണ് മോസ്റ്റ്ലി ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മുടെ ബസ് നോക്കണം എവിടെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് അതാണ്. ഇതാണ് KL സെൻട്രലിലെ ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഈ ടൂറിസ്റ്റുകൾക്ക് ടൂർ പോകാനുള്ളതും ബാക്കിയുള്ള എല്ലാതായിട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇംഗ്ലീഷിൽ വല്ലാണ്ട് ഇൻഡിക്കേഷൻസ് ഉണ്ടാവില്ല. മലയ് ലാംഗ്വേജ്, അതായത് മലയ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കൊണ്ട് എഴുതുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിലായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ടോ ChatGPT എടുത്തിട്ടോ നോക്കുന്നത് നന്നായിരിക്കും ട്രാവൽ ചെയ്യുമ്പോൾ കേട്ടോ. കാരണം വല്ലാണ്ട് കൺഫ്യൂസ് ആയി പോകും നമുക്ക് ആ പേരിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇനി ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. മുന്നിലൊരു ബസ് കിടപ്പുണ്ട്, ബോർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അറിയില്ല ഏതാണ്. അപ്പോൾ ഇതാണ് ഗെൻറ്റിങ് ഹൈലാൻഡിലേക്ക് പോകുന്ന ബസ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ബസ്സൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ സ്കാനിയൻ്റെ ബസ്സാണ്. നല്ല വൃത്തി, നല്ല അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ പിന്നെ ഫോറസ്റ്റാണ്. അതായത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ആമസോൺ മഴക്കാടുകളെ പോലെയാണ് മലേഷ്യൻ. 60% മഴക്കാടുകൾ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, കാരണം ഒരുപാട് കാടുകൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കണ്ടു.
നമ്മൾ ഹണ്ടിങ് ഐലൻഡിൻ്റെ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടും വിശപ്പുള്ളതുകൊണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാണ്. നമ്മൾ സ്കൈവേ നോക്കിയുള്ള നടപ്പിലാണ്. ഇതാണ് അതിൻ്റെ എൻട്രി. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇപ്പം ഞങ്ങളിപ്പോൾ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. കിളി മാറിയിട്ടുള്ളൊരു നിപ്പാണിത്. എങ്ങനെയാണെന്നുള്ളത് ഇവിടെയാണ് സ്കാൻ ചെയ്തിട്ട് പോകേണ്ടത്. അപ്പോൾ തിരക്കൊന്നുമില്ല, തിരക്കൊക്കെ കുറവാണ്. ഈ സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്കൈ ഇതിൻ്റെ പേര് റോപ്പ് വേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ടിക്കറ്റ് പല ടൈപ്പിനുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മലേഷ്യക്കാർ വേറെ ആൾക്കാർ കാണാമല്ലോ, ഒക്കെ ചൈനക്കാരാണ്. ചൈനയിലൊക്കെയാണ് കുറേ എഴുതി വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കുന്നതിന് കൂടെ തന്നെ ടിക്കറ്റ് ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ അത് QR കോഡ് വെച്ചിട്ട് വേറൊരു ഭാഗത്താണ്. ഇല്ലേ നമ്മൾ വട്ടം തിരിക്കും. ഡോറ് ക്ലോസ്ഡ് ആയി. തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നുമില്ല. മറ്റേ ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് നിൽക്കാൻ പലതും അറിയില്ല. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ബാക്കി ഞാനിങ്ങനെ അതേ സ്പീഡ് കൂടി. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ പോയോണ്ടിരിക്കും. നമ്മൾ ചാടി കയറണുണ്ടോ. ഫോട്ടോ ഒക്കെ എടുത്തോളൂ. ചേട്ടൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്തിനാണ് ആ കൊടുത്തേക്കണമെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ കേട്ടോ. നല്ല അടിപൊളി തണുത്ത കാറ്റാണ്. അതെ, ശ്രദ്ധിക്കേണ്ടത് കാര്യം, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ സ്റ്റോപ്പ് ഉണ്ടോ. ഞങ്ങൾ ഇറങ്ങിയതല്ലാണ്ട് മേലെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചടുത്ത വണ്ടിയിൽ കയറി.
രീതിയിൽ തന്നെയാണ് പോകുന്നത്. താഴെ ബസ് ഉണ്ടായിരിക്കും.